ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങളിന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഒന്ന് പോവാണ് കേട്ടോ. ഞങ്ങൾക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ റെൻറ്റിനെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സൂര്യയ്ക്കാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. വെയിലിൻ്റെ ചൂട് കാരണം അനുമോൾ ഓടിപ്പോയത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ പാടെ കുക്കു കണ്ണാടിൻ്റെ മുന്നിലാണ് കേട്ടോ. കണ്ണാടി കണ്ട പിന്നെ കുക്കു ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങളത് മെയിൻ ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മാലയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാശിമാല, പാലക്കാമാല, നെക്ലേസ്, അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള മാലകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയ സമയത്ത് നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഞങ്ങൾ ആദ്യം മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നീടാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇതൊക്കെ 10 പീസേ ഉള്ളൂന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ മാറ്റി വെച്ച മാലയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയാണ്, പക്ഷെ അതൊക്കെ 10 പീസുകൾ കേട്ടോ. നമുക്ക് 12 പീസായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു നിരാശയിലാണ് കേട്ടോ. നിരാശയാണെങ്കിലും കുക്കുവും വിസ്മയും കണ്ണാടിൻ്റെ മുന്നിൽ ഓരോ മാലകൾ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഭംഗിയുണ്ടോയെന്ന് അറിയാം. കുക്കുവിൻ്റെ കഴുത്തിലൊക്കെ മാല കണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയുള്ള മാലയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് 10 പീസുള്ള കാരണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ പ്രോഗ്രാം വരുന്നത് തൂത അമ്പലത്തിലാണ് കേട്ടോ. ഇന്ന് രാത്രി 9 മണിക്കാട്ടോ നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇതാട്ടോ കമ്മൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കമ്മൽ തന്നെയാണ്, വലിയ ജിമിക്കാണ്. അപ്പം പിന്നെ ഉള്ളത് മാലയാണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മാല. ഇതുള്ളവിടെ 12 പീസ് കേട്ടോ. അപ്പോൾ ഈ മാല കാണാൻ അടിപൊളിയാണ്. കുറച്ചിങ്ങനെ എന്താ നമുക്ക് ലോങ് ആയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്ന മാലയാണ്. പിന്നെ പൂവൊക്കെ ഉമ്മച്ചേച്ചി മാറ്റി വെക്കാം കേട്ടോ. എണ്ണി മാറ്റി വെക്കുകയാണ്. കാരണം ഒന്ന് കുറഞ്ഞു പോയാൽ പിന്നെ വീണ്ടും വരേണ്ടി വരും കേട്ടോ, പണി കിട്ടും. അപ്പോൾ പിന്നെ മാലൊക്കെ എണ്ണി മാറ്റി വെച്ചു. കുക്കു പിന്നെ കമ്മലും മാലകളൊക്കെ ഇങ്ങനെ ഓരോ ബോക്സിൽ ഇങ്ങനെ എണ്ണി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബില്ലടച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ചൂടും വിശപ്പും ദാഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് ഉള്ളൊരു ഇതിലാട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയത് പെട്ടെന്ന്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങിട്ടോ. സൂര്യന്ന് ഇറങ്ങി ഇനി വേറെ ഇനി ഫാൻസിയിലൊക്കെ ഒന്ന് കയറാണ്ട്. പിന്നെ വിശന്നിട്ട് നിൽക്കാൻ വെക്കുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ